ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൽ കുറച്ച് പല ഡിസൈനിൽ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ വീഡിയോ എടുത്തു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിലൊന്നാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഹാഫ് കട്ട് ബീഡ്സ് ഉണ്ട്. നമ്മളുടെ ഹാഫ് കട്ട് ബീഡ്സ് സൈസ് നിങ്ങൾക്ക് പലതരത്തിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാം. ഇനി എടുത്തിരിക്കുന്ന ഫ്രെയിമാണ്. ഇത് ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ വെൽവെറ്റിൻ്റെ ഫ്ലവറാണ്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഉള്ളത് 4mm ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ സ്മോൾ ഗോൾഡൻ ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബീഡ്സ് വാറൻറ്റി ഉള്ളതും കിട്ടും, അല്ലാത്തതും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ളത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒപ്പം ഇനി ഞാൻ കോർക്കാനായിട്ട് ഒരു 0.4 നമ്മൾ വയർ എടുത്തു. വയറിലേക്ക് ഞാൻ ആദ്യം ഒരു ഗോൾഡൻ ബീഡ്സ്, അല്ലെങ്കിൽ ആദ്യം ഒരു ബീഡ്സ് ഇടുക, അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡൻ ബീഡ്സ് കൊടുക്കുക, വീണ്ടും ഒരു ബീഡ്സ് ഇടുക, ഒരു ഗോൾഡൻ ബീഡ്സ്. അങ്ങനെ ഞാൻ 6 ബീഡ്സും അതിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സും കൊടുത്തു. ഇനി നമ്മുടെ ബീഡ്സിൻ്റെ കളർ ചേഞ്ച് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗോൾഡിന് വരെ സിൽവർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രെയിം മാറണം. അല്ലെങ്കിൽ ഒരു ഗോൾഡും സിൽവറും തമ്മിൽ ഒരു മാച്ചിങ് വരത്തില്ല. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നുമില്ല. ഇനി ക്ലിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇത് ചെയ്യുമ്പോൾ. ഇനി ഒന്നുമില്ല, ഈ 6 ബീഡ്സും കംപ്ലീറ്റ് കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം ഈ 6 ബീഡ്സിൻ്റെ ഇടയിൽ ഓരോരോ ഗ്യാപ്പിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ ബീഡ്സും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഈ ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഷാർപ്പ് എഡ്ജില്ലേ അതിനൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം അതിനെ പുറകിലോട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനെ പുറകിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങ് എന്താ പറയുക, നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെ പുറകിലോട്ട് അങ്ങ് പ്രസ് ആയിരുന്നോളും. ഇതുപോലെയാവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് കണ്ടില്ലേ, ആ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ആദ്യം അവിടെ ഒട്ടിച്ചു. അതിന് ശേഷമാണ് നമ്മുടെ ഈ ഫ്രെയിം വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ആണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നമ്മുടെ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റോ അതായാലും മതി. ഇരിക്കും, ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. ഇളകിപ്പോയെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ഒരു ഇതല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യണം. ഇതുപോലെ ഒട്ടിച്ച് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ പുറത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഫ്രെയിം വെക്കുന്നത്. ഈ ഫ്രെയിം വയ്ക്കുമ്പോൾ 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് ചെയ്യാനായിട്ട്. ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് വീണ്ടും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ബീഡ്സിൻ്റെ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വെൽവെറ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുക. ഇത് ഈ റെഡ് കളർ ഫ്ലവറിന് പകരം വെൽവെറ്റ് അല്ലാതെ വേറെ കുഞ്ഞ് നമ്മളെ ഫ്ലവേഴ്സ് കിട്ടാറുണ്ട്. അതായാലും മതി കേട്ടോ. അതിങ്ങനെ അല്ല, ഈ ഫ്രെയിം വെക്കണമെന്നില്ല. അല്ലാതെ ജസ്റ്റ് ആ ഒരു ഫ്ലവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ഫ്രെയിം ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഭംഗിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഈ പ്രത്യേകിച്ച് ഈ ഹാർഡിൻ്റെ ഒരു ഷേപ്പ് ആയത് ഞാൻ ആ ഒരു എഡ്ജില്ലേ, ആ എഡ്ജിൽ എന്നാണ് തുടങ്ങി. ആ എഡ്ജിൽ ഒരു ബീഡ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ടല്ലേ വരാറ്. കാരണം ചിലപ്പോൾ സെൻറ്ററിൽ വരുമ്പോൾ നമുക്ക് ബീഡ്സ് ചിലപ്പം പുറത്തേക്ക് നിൽക്കും. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ നിന്ന് മേലോട്ട് ചെയ്തത്. ഇനി ഒന്നുമില്ല, ഈ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബീഡ്സിന് ഒരു ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം. കട്ട് ബീഡ്സ് ഗോൾഡ് ഉണ്ടല്ലോ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കാം. പിന്നെ ഒരു ഫ്ലവർ വെച്ചിട്ട് ഫ്ലവറിൻ്റെ കളറിലുള്ള ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കാം. കാരണം ഞാൻ വെറും സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറും കൊടുത്തു, അതിന് പകരം ഫ്ലവറിൻ്റെ കളറുള്ള ക്ലിപ്പ് സ്റ്റോണും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് മാറ്റി ചെയ്യാം. ഇനി ഇതിൽ ഹാങ്ങിങ്സ് വേണമെങ്കിൽ ഹാങ്ങിങ്സ് കൊടുക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള എന്തും കൊടുത്ത് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചെയ്തു വന്നപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിങ്ങനെ കാണുന്നതിനേക്കാളും, പ്രത്യേകിച്ച് ഈ ഹെയർ ക്ലിപ്സൊക്കെ ഇങ്ങനെ കാണുന്നതിനേക്കാളും നമ്മൾ ഹെയറിൽ വെക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ ബീഡ്സ് ഒന്നും പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ടൊക്കെ പ്രസ് ചെയ്ത്, കാരണം പ്രസ് ആവാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.